ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, 450 വ്യൂസ് ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. 50-60 വ്യൂസിൽ കിടന്ന് ഞാനിപ്പോൾ 450 വ്യൂസ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പടച്ചോനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ ഇടുന്ന വീഡിയോ ഇത്രയും പേരെങ്കിലും കാണുന്നുണ്ടല്ലോ, അത് തന്നെ വലിയൊരു സന്തോഷമാണ്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കുക്കിംഗ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിരിക്കുന്നത്, രാവിലെ മുതൽ രാത്രി വരെയുള്ള കുക്കിംഗ്. അപ്പോൾ രാവിലെ സത്യം പറഞ്ഞാൽ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇത്രയും പണികൾ ഞാൻ ഒരു ദിവസം ചെയ്യാറുണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കും. സാധാരണ എനിക്ക് തോന്നാറുണ്ട് വലിയ പണിയൊന്നും ഇല്ല, ഈസി പണികളാണെന്ന്. ഈ കുക്കിംഗ് വളരെ ഈസിയാണ്, അത് വേറെ കാര്യം. എന്നെ സംബന്ധിച്ച് എനിക്ക് കുക്കിംഗ് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ക്ലീനിങ് ഒക്കെയാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ജോലി. അപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, ഞാനിതിനെ അടയെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ യഥാർത്ഥ പേരെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പണ്ട് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉമ്മ ആണെങ്കിൽ ഇതുണ്ടാക്കും. പക്ഷേ എനിക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മധുരമുള്ള ഒന്നും കഴിക്കുന്നത് ഇഷ്ടമല്ല ഫ്രണ്ട്സ്. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇച്ചിരി എന്തെങ്കിലും എരിവുള്ളത് കഴിക്കുന്നത് ഇഷ്ടം കേട്ടോ. ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്നേരം ഇലയപ്പമോ ഈ ഇലയുടെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിലുണ്ടല്ലോ, ഞാൻ ഉമ്മയായിട്ട് ഭയങ്കര തല്ലുപിടുത്തമായിരിക്കും, എനിക്കിത് വേണ്ട, ഞാൻ കഴിക്കത്തില്ല എന്നൊക്കെ. പക്ഷേ എൻ്റെ ആങ്ങള നേരെ തിരിച്ചാണ് കേട്ടോ. അവനിത് ഭയങ്കര ഇഷ്ടമാണ്. അവനിത് എപ്പോൾ ഉണ്ടാക്കി കൊടുത്താലും അവൻ കഴിക്കും. അപ്പം ഇപ്പോൾ നമ്മൾ അമ്മമാരാകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരാൾക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റും ഒരാൾക്ക് വേറെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് ഓർക്കുമ്പോൾ ഇപ്പോൾ എനിക്ക് വിഷമം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഗോതമ്പ് മാവ് കൈകൊണ്ട് പരത്തി ചുട്ടിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ ഇളക്കിയത് ഇതിനകത്ത് വെച്ച് ഫില്ല് ചെയ്ത് മടക്കിയെടുക്കും. ഇതാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാനൊരു ലുക്കില്ലെങ്കിലും മിക്കവാറും ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്കൊന്നും കാണാൻ ഒരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 കഴിച്ചു. മക്കൾസെല്ലാം ഈ 2 വീതം കഴിച്ചിട്ടാണ് രാവിലെ സ്കൂളിൽ പോയത്. ഈ ഗോതമ്പ് മാവ് വെളിച്ചെണ്ണയിൽ കിടന്ന് മൊരിഞ്ഞിട്ട് അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും കൂടെ വെച്ചുള്ള ഫില്ലിങ്സും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ തട്ടിക്കൂട്ടി. അപ്പം ദോശയ്ക്ക് മാവ് അരച്ച് വെക്കാത്ത ദിവസങ്ങളിൽ നമ്മുടെ തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ദോശയ്ക്കോ അപ്പത്തിനോ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിനോ മാവ് പൊടി ഉണ്ടായാലും മതി. നമുക്ക് വളരെ സിമ്പിളാണ്. സിമ്പിൾ ദോശ, അപ്പം, പുട്ടും ഉണ്ടാക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തട്ടിക്കൂട്ട് വിഭവങ്ങൾ ഉണ്ടാക്കും. ചിലത് സക്സസ് ആവും, ചിലത് ഫ്ലോപ്പ് ആവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. ഞാനിതിനെ അടയെന്ന് വിളിക്കും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതെന്താ പറയുന്നതെന്ന് നിങ്ങളിവിടെ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം രാവിലെ ഇന്ന് 3 പേർക്ക് സ്കൂളുള്ളൊരു ദിവസമായിരുന്നു. അപ്പം ലഞ്ച് ബോക്സിലേക്ക് ഒരു മെഴുക്കുവരട്ടിയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഫ്രൈ പോലെ ഉണ്ടാക്കാമെന്ന് കരുതി. പിന്നെ ചമ്മന്തി അരച്ചാൽ മതി. അങ്ങനെ ഇത് അച്ചിങ്ങാപ്പയറാണ് കേട്ടോ. അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ 2 വിഭവമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അച്ചിങ്ങാപ്പയർ മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമല്ല. അതേപോലെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അച്ചിങ്ങാപ്പയർ രാവിലെ അങ്ങ് ഉണ്ടാക്കി വെച്ചതാണ്. എന്തായാലും ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കറി നമ്മൾ ഉണ്ടാക്കണ്ടേ. കുട്ടികൾ വന്നിട്ട് അതിഷ്ടമല്ല ഇതിഷ്ടമല്ല എന്നൊക്കെ പറയും. എന്നാൽ നമ്മളെപ്പോലെ അമ്മമാരിങ്ങനെ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, ഇന്ന് എന്താണ് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടേണ്ടത്, ഇന്ന് ഉച്ചക്കത്തേക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത്. സത്യം പറഞ്ഞാൽ തലേന്ന് കിടക്കുമ്പോഴേ ഉള്ള എൻ്റെ ഒരു ആലോചനയാണ്. ഉറങ്ങാൻ താമസിക്കുന്നത് തന്നെ ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്നത് കൊണ്ടാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ലഞ്ചിന് എന്ത് കൊടുത്തു വിടണം, ഇതൊക്കെ ആയിരിക്കും എൻ്റെ തലേന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ ചിന്തകൾ. രാവിലെ ഇത് ഓക്കെ ആക്കി മനസ്സിൽ ഉറപ്പിച്ച് ഇന്നത് ചെയ്യാമെന്ന് ഉറപ്പിച്ച് വെച്ച് കിടന്നുറങ്ങിയാൽ രാവിലെ എഴുന്നേറ്റ് അതങ്ങ് ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ അവിടെ നിന്ന് ആലോചന എന്തുണ്ടാക്കണം. എല്ലാ അമ്മമാരും എന്നെപ്പോലെ തന്നെ ആയിരിക്കുമല്ലേ ഫ്രണ്ട്സ്. സത്യം പറഞ്ഞാൽ ഇത് തിങ്കളാഴ്ച ഞാൻ എടുത്തു വെച്ചൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് തിങ്കളാഴ്ചത്തെ ഒരു വീഡിയോ ആണ്. പക്ഷേ ഇതിന് ഞാൻ വോയിസ് കൊടുക്കുന്നത് ബുധനാഴ്ചയാണ്. അപ്പം ബുധനാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റം മുതൽ ചെറിയ ചാറ്റൽ മഴയുണ്ട് കേട്ടോ. ചെറിയ ചാറ്റൽ മഴയും അന്തരീക്ഷം ആകെ മൂടിക്കെട്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല വെയിലും നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണെങ്കിൽ അന്നത്തെ ജോലികളൊക്കെ ചെയ്യാൻ നമുക്ക് വളരെ ഉത്സാഹമായിരിക്കും. അതേസമയം ഇങ്ങനെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണെങ്കിൽ നമ്മളും അതേപോലെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടി ഇരിക്കും. എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ അങ്ങനെയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെയാണ്. നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷമാണെങ്കിൽ അന്ന് ജോലികളൊക്കെ ചെയ്യാൻ എനിക്ക് വളരെ ഉത്സാഹമായിരിക്കും. അപ്പോൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുമ്പോൾ എൻ്റെ മോള് വന്ന് നിന്ന് നോക്കുന്നുണ്ട്. അവൾ പറയുന്നത് എന്താണെന്ന്, അവൾക്ക് ഉരുളക്കിഴങ്ങ്
മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കത് തോനെയും വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മോൻ വന്നിട്ട് ആ ഉരുളക്കിഴങ്ങിന്ന് പറഞ്ഞാൽ കൈയിട്ടെടുക്കുന്നുണ്ട്. ഞാൻ അതിന് വഴക്ക് പറയുന്നുണ്ട്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതിലെ മോനെ കൈയിട്ടെടുക്കാതെ കേടായി പോകുമെന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞപ്പം അവനങ്ങ് പോയി. ഇന്നത്തെ ലഞ്ച് ബോക്സിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടി, ഉരുളക്കിഴങ്ങ് ഫ്രൈ എന്ന് പറയാം കേട്ടോ, ഒരു ചെറിയൊരു ഫ്രൈ പോലെ. പിന്നെ ചമ്മന്തിക്കെന്ന് പറഞ്ഞാൽ ചമ്മന്തി അരയ്ക്കുന്ന എൻ്റെ മിക്സിയുടെ ജാറ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയ തേങ്ങ അരപ്പ് അരയ്ക്കുന്ന വലിയ ജാറിലാണ് അരച്ചത്. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അരഞ്ഞില്ല. പിന്നെ മോരുണ്ടായിരുന്നു, പച്ചമോരും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞുങ്ങൾ എന്തോ ചെയ്യുവാന്ന് നോക്കിയതാണ്. അവർ ഈ സെറ്റിയിൽ ചുരുണ്ടുടുക്കുന്നത്. ഈ 2 സെറ്റിയും ഞങ്ങളിരിക്കത്തില്ല ഫ്രണ്ട്സ്. വൈകുന്നേരം ആയപ്പം കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു, കടയിൽ പോകണമായിരുന്നു, പിന്നെ മീൻ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇക്ക ജോലി കഴിഞ്ഞ് വന്ന് ഞാനും ഇക്കായും കൂടെ കടയിൽ പോയി. അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച്. ഉപ്പ് വേണമായിരുന്നു, പാല്, റവ, എരിയില്ലാത്ത മുളക് പൊടി, സവാളയും വെളുത്തുള്ളി ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ച്. 2.5 കിലോ സവാള 100 രൂപ ഇവിടെ ഇപ്പം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 2.5 കിലോ സവാള വാങ്ങിച്ചായിരുന്നു കേട്ടോ. പിന്നെ മീൻ കിട്ടിയത്, നമുക്കിന്ന് കിട്ടിയത് അയലയാണ്, അയല മീനാണ്. അപ്പം അയല മീൻ ഞങ്ങൾക്കെല്ലാം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അയല മീൻ ചിലവരൊന്നും കൂട്ടത്തില്ല, ചൂടാണെന്നൊക്കെ പറയും. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അയല ഇന്ന് മുളകിട്ട് വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് രാത്രിത്തേന് ചോറല്ല, ചപ്പാത്തിയാണ്. ചപ്പാത്തി ഞങ്ങൾ വന്ന വഴിക്ക് റെഡിമെയ്ഡ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന കാര്യങ്ങളെല്ലാം വിട്ടുപോയി. കാരണം എനിക്കൊരു ഫോൺ കോൾ വന്ന്, ഞാൻ ഫോൺ കോൾ സംസാരിച്ചിട്ടൊക്കെ വന്നതിന് ശേഷം ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ ഞാൻ മറന്നുപോയി. ബാലൻസ് എന്തോന്ന് പറയാം, ബാക്കി കാര്യം അപ്പം നമുക്ക് പറയാം. അപ്പോൾ ഞാൻ മീൻകറി വെക്കുന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം മീൻകറി വെക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് സാധാരണ അയില മുളക് കറി വെക്കുന്നത് എങ്ങനെയാണ് അതേപോലെയാണ് വെക്കുന്നത്. ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, എണ്ണ ചൂടായതിന് ശേഷം ഉലുവപ്പൊടി ഇടും ഞാൻ. ഇതിപ്പം എൻ്റെ ഉലുവ പൊടിച്ചതില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇട്ടു. സത്യം പറഞ്ഞാൽ എനിക്ക് കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ് ഫ്രണ്ട്സ് കേട്ടോ. ഞാനാണെങ്കിൽ എത്ര കറിവേപ്പില ഇട്ടാലും എനിക്ക് മതിയാവത്തില്ല. ഞാൻ ഇങ്ങനെ കറിവേപ്പില ഇട്ടുകൊണ്ടിരിക്കുകയും കറിവേപ്പില ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എണ്ണ ചൂടായതിന് ശേഷം ഉലുവ ഇട്ട് പൊട്ടി, കറിവേപ്പില ഇട്ടതിന് ശേഷം ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതിനകത്തോട്ടിട്ട് അതൊന്ന് പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞു വെച്ച തക്കാളി, പച്ചമുളക് 2 എടുത്തോളൂ കേട്ടോ. പിന്നെ കൊടംപുളി നമ്മുടെ നാടൻ കൊടംപുളിയാണ്. എൻ്റെ വീടിന് അപ്പുറത്ത് ഒരു ആൻറ്റിയുടെ വീട്ടിൽ ഒരു ചെറിയൊരു പുളിമരം നിൽപ്പുണ്ടായിരുന്നു, ഈ കൊടംപുളിയുടെ മരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് വീണ് കിട്ടിയ പുളിയാണ് ഞാൻ എടുത്ത് ഉണക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുളിയാണ്. അപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിയുടെ കണക്കല്ല, ഇത് നമ്മൾ പുകയത്തിട്ട് ഉണക്കിയതല്ല, ഞാൻ നല്ല വെയിലത്തിട്ട് ഉണക്കിയ പുളിയാണ് കേട്ടോ ഫ്രണ്ട്സ്. അതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റാണ്. മറ്റേ പുകയുടെ ടേസ്റ്റ്, കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പുളിക്കൊരു പുകയുടെ ചുവ ഉണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഫ്രണ്ട്സ്? നന്നായിട്ട് കഴുകി എടുത്താലും ചെറിയൊരു ചുവ എനിക്ക് തോന്നും. അതിനുശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് നന്നായി മൂപ്പിക്കണം. ഞാനിവിടെ മുളക് കറിക്ക് മല്ലിപ്പൊടി ചേർക്കും ഫ്രണ്ട്സ്. ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉമ്മമാരുമൊക്കെ മല്ലിപ്പൊടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും മല്ലിപ്പൊടി ചേർക്കാറുണ്ട് മുളക് കറിക്ക്. പിന്നെ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ്, ഒട്ടും എരിയില്ലാത്ത മുളക് പൊടിയാണ്. അപ്പം നല്ല കളറുണ്ടെങ്കിലും കറിക്ക് അത്ര എരിവൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് 2 പച്ചമുളക് ചേർക്കുന്നത്. അങ്ങനെ പൊടികൾ മൂത്ത് വരുമ്പം വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ വെക്കണം, അടച്ചു വെച്ച് തിളപ്പിക്കണം. തിള വന്നതിന് ശേഷം നമ്മൾ കഴുകി വച്ചിരിക്കുന്ന മീൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൂടുതലും മുളക് കറിയാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഫ്രണ്ട്സ്. തേങ്ങാക്കറിക്കാലും വീട്ടിലെ എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടം മുളക് കറി. സാധാരണ ഞങ്ങളുടെ മുളക് കറിക്ക് ഒട്ടും എരിവൊന്നും ഇല്ല കേട്ടോ, എരിവൊന്നുമില്ല. അപ്പം കഷ്ണം പറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കണം. നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കറിക്ക് കേട്ടോ. നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ കടയിൽ പോയിട്ട് മീൻ വാങ്ങിച്ച് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും. ഇപ്പം മീനിൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു. ഇപ്പം കുറച്ച് മീൻ കിട്ടുന്നുണ്ട്. 2 കിലോ ചാളയ്ക്ക് 100 രൂപയായിരുന്നു. സാധാരണ 1 കിലോ ചാളയ്ക്കാണ് 100 രൂപ. ഇപ്പം നമുക്ക് നമ്മുടെ വീടിനടുത്തുനിന്ന്
2 ആഴ്ച മുമ്പിട്ട് 2 കിലോ ചാള 100 രൂപയ്ക്ക് കിട്ടിയായിരുന്നു. നല്ല പൊടിച്ചാള. കറി തിളച്ച് വന്നതിന് ശേഷം അല്പം പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 2 കറിവേപ്പിലയും കൂടി ഞാൻ ഇടും. ആ കറിവേപ്പിലയുടെ ആ മണമൊക്കെ അപ്പം നന്നായിട്ട് ഈ കറിയിലോട്ട് ഇങ്ങനെ ഇറങ്ങും. അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ രാത്രി കഴിക്കാൻ, ചോറല്ലായിരുന്നു. ഇത് റെഡിമെയ്ഡ് ചപ്പാത്തി നമ്മൾ വാങ്ങിച്ചതാണ്. 1 കവർ ചപ്പാത്തിക്ക് 30 രൂപയാണ് ഇവിടെ നമ്മുടെ വീടിനടുത്തൊരു കടയിൽ നിന്ന്. അത് ചപ്പാത്തി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ചുട്ടെടുക്കണം. അപ്പോൾ സാധാരണ ചപ്പാത്തി നമ്മൾ ദോശ ചുടുന്ന കല്ലിൽ ചപ്പാത്തി ചുട്ട് കഴിയുമ്പം ആ ദോശയൊക്കെ പിന്നെ ഇളവ് വരാൻ ഭയങ്കര പാടാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ചപ്പാത്തി ചുടാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പാൻ വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ദോശ ഇടാറില്ല കേട്ടോ. സാധാരണ ദോശ ചുടുന്നത് എനിക്കിങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പോൾ രാത്രിയാണ് ഇതെല്ലാം. അപ്പം വെളിയിൽ ജനൽ ഞാൻ തുറന്നിട്ടേക്കോ, ജനൽ അടച്ചില്ല. മോൾ അതിനോടൊപ്പം അവിടെ നിന്ന് പറഞ്ഞു ഉമ്മ ജനൽ അടച്ചില്ലെന്ന്. അപ്പോൾ രാത്രി നല്ല ചപ്പാത്തിയും അയില മീൻ മുളകിട്ടതും ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.